സ്ട്രെസ്സ് ഇമ്മ്യൂണിറ്റീനെ എങ്ങനെ ബാധിക്കും? ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമുക്കൊരു പട്ടി ഓടിച്ചിടുക. അപ്പോൾ നമ്മളെ ബോഡി എപ്പോഴും ആ ഒരു ഡേഞ്ചറിനോട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ബാക്കി പ്രയോറിറ്റീസ് ബോഡിയുടെ മാറും. അതായത് നമ്മളെ ഇമ്മ്യൂണിറ്റിയിലേക്കൊന്നും ശ്രദ്ധ പോവില്ല. നമ്മളെ ഇമ്മ്യൂണിറ്റി ആ താൽക്കാലികമായിട്ട് മാറ്റി വെക്കും. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇതുപോലെ ഡെയിലി നമ്മൾ സ്ട്രെസ്സിനെ നേരിടുമ്പോൾ നമ്മളെ ബോഡിയുടെ മെയിൻ പ്രയോറിറ്റി ആ സ്ട്രെസ്ഫുൾ കണ്ടീഷനോട് എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുക അതിലേക്കായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളിലൊന്നും ബോഡിയുടെ ഒരു ശ്രദ്ധ പോവില്ല. പ്രയോറിറ്റീസ് മാറും. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ ഇമ്മ്യൂണിറ്റി ഇനിയും കുറഞ്ഞ് വന്നിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്സ് ക്രോണിക്കായിട്ട് നിലനിന്നാൽ നമ്മളെ ഇമ്മ്യൂണിറ്റീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് എപ്പോഴും ഇൻഫെക്ഷൻ, എല്ലാ തരത്തിലുള്ള കോൾഡ്, ഫീവർ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വീക്ക് ആവാൻ സാധ്യതയുണ്ട് ബോഡി.